Hey guys, it's me Appu from APPU with a brand new video. So, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു സ്പീക്കറാണ്. സോ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമുക്ക് സ്പീക്കറിനെ കുറിച്ച് സംസാരിക്കാം. ഇത് ബ്ലോപങ്ക്റ്റിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. സോ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ കാണണമെങ്കിൽ റിവ്യൂ സ്പെസിഫിക്കേഷനും കാണണമെങ്കിൽ മുകളിലത്തെ വരുന്ന കാർഡിൽ ഞെക്കാം. പിന്നെ താഴെ ലിങ്കും ഉണ്ട്. നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ തെർമോക്കോളുകളാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ മാനുവലും റിമോട്ടും കിട്ടുന്നുണ്ട്. ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. പിന്നെ ഇവിടെ കേബിൾസ് ആൻഡ് മൗണ്ടിങ് എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഈ സാധനം കൂടെ കളഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള സൗണ്ട് ബാർ വന്നു. നമ്മുടെ മെയിൻ സബ്വൂഫറിലേക്ക് എത്തി. തെർമോക്കോളെല്ലാം പാക്കിങ്ങിലാണ്. പിന്നെ നമ്മളിതിന് സബ്വൂഫർ എടുക്കാം. ഒരു ഓഡിയോ വീഡിയോ കേബിൾ കിട്ടുന്നുണ്ട്. അത് ടി വിയിൽ കുത്താനാണ്. അതിൻ്റെ ഇത് നമ്മുടെ ടി വി ഇതിലെ ഹെഡ്ഫോൺ ജാക്കിലേക്കും പോകും. ഓക്സിൽ ഇത് നമ്മുടെ ടി വിയിലേക്കും പോകും. തിരിച്ചും ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഘടകം, ഓക്സ് കേബിൾ. ഇത് കൂടെ കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വാങ്ങിക്കാം. പിന്നെ ഈ സാധനമാണ് മെയിനായിട്ടുള്ളത് ഈ സ്പീക്കറിൽ. ഇപ്പോൾ നിങ്ങൾ ചെവറിൽ മൗണ്ട് ചെയ്യാനോ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ സാധനവും കിട്ടും. അത് തന്നെ നല്ല വൃത്തിയായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ തുറക്കുന്നില്ല, കാരണം അത് തുറന്നെല്ലാം താഴെ പോകും. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു രണ്ട് മൗണ്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സാധനം സ്ക്രൂ വയ്ക്കാൻ, അതുപോലത്തെ 4 ഉണ്ട്. പിന്നെ 4 ആറിൻ്റെ സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ഇത് നമുക്ക് മെയിൻ ഇൻസ്ട്രക്ഷൻ മാനുവൽ കട്ട് ചെയ്യാം, കാരണം അതിൽ നമുക്ക് റിമോട്ട് എടുക്കണം. സോ ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ. എൻജോയ് ഇറ്റ്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇത് ഒന്നും കൂടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ മാറ്റി വയ്ക്കാം. റിമോട്ടാണ്. റിമോട്ടിൽ കൂടെ ബാറ്ററി കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും റിമോട്ട് നല്ല സ്ലീക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, വെയിറ്റ് ഇല്ല. ഇവിടെ ഫ്ലാറ്റും എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവിടെ ബാറ്ററി ഉണ്ടോ നോക്കാം. ഇപ്പോൾ ബാറ്ററി ഇല്ല, നമ്മൾ ഇടേണ്ടതാണ്. അത് ഇടാം. നമുക്ക് എഴുതിയിട്ടുണ്ട്. ഇതാണ് വാറണ്ടി കാർഡ്. ഈ 2 ബോക്സ് ശരിക്കും ഒന്നുമില്ല, കാലി ബോക്സാണ്. അത് അവിടെ സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് പോവാം. സോ ആദ്യം നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു കവർ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ട്. സേഫ്റ്റി നോട്ടീസ് പോലത്തെ ഒരു ഇതാണ്. അത് നമുക്ക് കയറി എടുക്കാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബാക്ക് സൈഡ്. നമുക്ക് ആദ്യം ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങാം. ആദ്യം തന്നെ ഇവർ പറയുന്നത്, നിങ്ങൾ ഈ സ്ലിപ്പ് കണ്ടല്ലോ, ഈ സ്ലിപ്പ് ഇതിലിവിടെ അവർ കാണിക്കുന്നതിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ പോർട്ട് HDMI പോർട്ടല്ല, ഇത് ARC പോർട്ടാണ്. HDMIൻ്റെ തന്നെ ARC ആണ്. അപ്പം വെറുതെ HDMI കേബിൾ കുത്തി അത് വരില്ല. ഇത് നമ്മുടെ സബ്വൂഫറിൻ്റെ ഔട്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ വാൾ മൗണ്ടിൻ്റെ ബ്രാക്കറ്റുകൾ അപ്പുറത്തെ സൈഡിൽ അതുപോലെ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ടോപ്പ് സൈഡ്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ സ്പീക്കർ കാണാം, ബ്ലോപങ്ക്റ്റ്. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് പ്ലഗ് കിട്ടും. ഇതാണ് നമ്മുടെ പ്ലഗ്. നമ്മുടെ സബ്വൂഫറാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ട് ചെയ്യാം. ഇതിനെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ വയറും കൂടെ പുറത്തെടുക്കാം. എല്ലാം കഴിഞ്ഞു. അതാണ് നമ്മുടെ സബ്വൂഫർ സൈഡിലുണ്ട്. ഫ്രണ്ടിൽ ബ്ലോപങ്ക്റ്റിൻ്റെ സോ അൺബോക്സിങ് കഴിഞ്ഞു. അസംബ്ലിങ് ഇതൊക്കെയാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററിയാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത്. അതിന് നമുക്ക് വേണ്ടത് 2 AAA ബാറ്ററിയാണ്. AA അല്ല. ഇത് വലിച്ചു തുറന്നാൽ ഇവിടെ വരും. ഇനി പ്ലസും മൈനസും നോക്കി ഇട്ടാൽ മതി. അപ്പോൾ പ്ലസും മൈനസും നോക്കി നമ്മൾ ബാറ്ററി ഇട്ടതിന് ശേഷം എല്ലാവരും ചെയ്യുന്നത് പോലെ അടയ്ക്കുക. സോ ഇതാണ് നമ്മുടെ സെറ്റപ്പ്.
ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമുക്ക് അതിൻ്റെ സെറ്റപ്പിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വയർ ഊരാനാണ്. സോ കേബിൾ അഴിച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ പ്ലഗ് പോയിന്റിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഈ സബ് വൂഫർ എങ്ങനെ കണക്ട് ചെയ്യണമെന്നാണ് നമുക്ക് അടുത്ത നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിലേക്ക് പോവാം. സോ നമ്മുടെ സ്പീക്കർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ വയറിനെ എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. എൻ്റെ സ്പീക്കർ ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇത് ആ മൂലയ്ക്കലാണ് വയ്ക്കുന്നത്. സോ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ കേബിൾ ഇറക്കിയിട്ടുണ്ട് ഞാൻ. ഇത് ആവശ്യത്തിന് ഡീസൻ്റായിട്ട് നീളം നിങ്ങൾക്ക് കാണാം കേബിളിൽ. ഇതാണല്ലോ നമ്മുടെ സ്ഥലം. അപ്പോൾ നമുക്ക് അതിനെ അങ്ങോട്ട് കൊണ്ടുപോയി വയ്ക്കാം. സോ ഇതാണ് നമ്മുടെ കേബിൾ വരേണ്ട പോർട്ട്. ഇതിവിടെ നിങ്ങൾക്ക് വേറെ ഇതൊക്കെ കാണാം. പവർ, വോളിയം കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ സോഴ്സ്, പെൻഡ്രൈവ് കുത്താൻ. ഇവിടെയാണ് നമ്മുടെ ഓക്സ് വരേണ്ടത്. ഔട്ട് അതിലാണ് നമ്മുടെ ഇത് വയ്ക്കേണ്ടത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. കുത്തി. നിങ്ങൾക്ക് ഓക്സ് വേണ്ടെങ്കിൽ, ഓക്സ് അല്ലെങ്കിൽ നമുക്ക് ഈ കേബിളും എടുക്കാം. ഇപ്പോൾ ടി വിയിലൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ഇത് എടുക്കാം. നമ്മുടെ എ വിയിൽ ഇത് കുത്തിയാൽ മതി. സോ എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമ്മളിവിടെ ഓക്സ് എടുക്കുന്നു. സോ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇതാണ് നമ്മുടെ ഇതിലേക്ക് പോകേണ്ട, സ്പീക്കറിലേക്കുള്ള. ഇത് നമ്മുടെ ഡിവൈസിലേക്കാണ് പോകേണ്ടത്. നമുക്ക് കാണാം ഇവിടെ ലൈൻ ഇന്നിരിക്കുന്നത് കാണാമല്ലോ. പേസ് ചെയ്തോ അതിലേക്ക് നമ്മളിതിനെ കണക്ട് ചെയ്യണമല്ലോ. ഇനി ഞാൻ പ്ലഗ് കുത്താം. ഇപ്പോൾ ഹായ് എന്നൊരിത് വന്നു. നമ്മുടെ പ്രധാന സാധനം റിമോട്ട് എടുക്കുക. ഓൺ ചെയ്യണമെന്ന് തോന്നുന്നു. ലൈനെന്ന് വരുമ്പോൾ ഒരു മുഴക്കം കേൾക്കാം. അപ്പോൾ അതിപ്പോൾ നമുക്ക് വേണ്ടത്. ഓക്കെ. സോ നമുക്ക് പാട്ട് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ വോളിയം കൂട്ടാം, കുറയ്ക്കാം. പിന്നെ പാട്ടാണെങ്കിൽ നമുക്കിവിടെ സോങ് മോഡ് ഉണ്ടല്ലോ, അത് ഞെക്കാം. ഇപ്പോൾ സോങ്. പിന്നെ ബാസ് കൂട്ടാം. മാക്സിമം ബാസ് 4 ആണ്. ട്രബിൾ കൂട്ടാം. എന്ന് വെച്ചാൽ നമ്മുടെ ഓക്സ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പെൻഡ്രൈവ് ഇട്ടാണ് പാട്ട് കേൾക്കണം. അപ്പം USB ഞെക്കിയ പെൻഡ്രൈവ് ഇടാം. ഇപ്പം ഞാൻ ബ്ലൂടൂത്തിൽ ഒന്നും കൂടെ സ്ട്രീം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ആദ്യം നമുക്കിവിടെ ബ്ലൂടൂത്താണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മുടെ റിമോട്ട് എടുക്കുക. ഇവിടെ ഒരു ബ്ലൂടൂത്തിൻ്റെ ചിഹ്നം കണ്ടോ, അത് ഞെക്കുക. അപ്പോൾ BT എന്നൊരു ഇത് വരെ ഇതാവും. എന്നിട്ട് ഫോൺ എടുക്കുക. എന്നിട്ട് സ്കാൻ കൊടുക്കുക. അപ്പോൾ അത് സെർച്ച് ചെയ്യും. ഇതാ Blaupunkt SBW കണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പെയറിങ് ആവും. പെയർ കൊടുക്കുക. ഇപ്പം ആയല്ലോ. ഇപ്പോൾ പെയർഡായി. ഇനി നമ്മൾ ഒരു പാട്ടെടുക്കണം. ഇതാ വോളിയം ഫുള്ള് കൂട്ടി. ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. നീ വേണമെങ്കിൽ കൂട്ടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മാക്സിമം സൗണ്ട് ക്വാളിറ്റി. കേൾക്കാമെന്ന് അറിഞ്ഞൂടാ.